ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ബീഫ് കറി ഉണ്ടാക്കാം. സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് കണ്ടു നോക്കി ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം നമുക്ക് ബീഫ് എല്ലാം കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പൊടിയിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് നടുവോടെ മുറിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. ബീഫ് മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വേവിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി വഴറ്റിയെടുക്കുക. ഇനി പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, നടുവോടെ മുറിച്ചിട്ട്. നമ്മളുടെ ബീഫ് വേഗം വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി വഴണ്ടി വരണം. ഇപ്പോൾ ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ കണ്ട് ഉറഞ്ഞു നിൽക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇവളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പെരുംജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി തിളയ്ക്കാൻ വേണ്ടി വയ്ക്കുക. ഗ്രേവി ചെറുതായിട്ടൊന്ന് വറ്റിയാൽ മാത്രം മതി. ചെറുതായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇറക്കി വയ്ക്കാം. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്.